എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 98-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അപ്പോഴേക്കും ഗേറ്റിങ്കൽ ആരുടെയോ ചലനം ശ്രദ്ധിച്ചിട്ടാണ് അവൻ അങ്ങോട്ട് തിരിഞ്ഞത്. ആരോ വന്നിട്ടുണ്ടല്ലോ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അച്ഛനെ മനസ്സിലായി. കൂടെയുള്ളത് മദറാണ്. അച്ഛനെ കണ്ടതുകൊണ്ട് വക്കച്ചൻ ചേട്ടനും ചേടത്തിയും എഴുന്നേറ്റ് ബഹുമാന പുരസരം നിന്നു. അകത്തേക്ക് കയറാനൊരുങ്ങിയ കിച്ചു പുറത്തേക്കും വന്നു. ദീനാമ്മ ചേടത്തി കിച്ചുവിനെ ഒന്ന് നോക്കി. ആ പ്രത്യേക നോട്ടത്തിൻ്റെ അർത്ഥം അവന് പെട്ടെന്ന് പിടികിട്ടി. അതിഥികളായി ആരെങ്കിലും വന്നാൽ അങ്ങനെയാണ്. അച്ഛനും മദറിനും കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണം എന്ന പറച്ചിലാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. അവർ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ കിച്ചു ചേടത്തിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, പിഴിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങാവെള്ളമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ജ്യൂസ് എടുത്തതും ഉണ്ട്. ഇത് രണ്ടും തയ്യാറായി ഇരിപ്പുണ്ട്. ഇതിലേതെങ്കിലും കൊടുത്താൽ മതിയോ? അതോ കാപ്പി തന്നെ കൊടുക്കണമെന്നാണോ? കാപ്പിയാണ് കൊടുക്കേണ്ടത് എങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഉണ്ടാക്കണം. കുടിക്കാനിപ്പോൾ കാപ്പി തന്നെ കൊടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ, പ്രത്യേകിച്ചും വൈകുന്നേരം. ജ്യൂസ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ ധാരാളം മതി. അത് എടുത്തു കൊടുത്തേക്കണം. ഉള്ളത് മതിയടാ കൊച്ചേ. അങ്ങനെയാണെങ്കിൽ നീ അത് 2 ഗ്ലാസ്സിലേക്കാക്കി ഇങ്ങ് കൊണ്ടുപോരെ. അവർ അവിടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും മതി കേട്ടോ. വർത്തമാനം തുടങ്ങുന്നതിന് മുൻപ് കുടിക്കാനുള്ളത് നമുക്കങ്ങ് കൊടുക്കാം. അവർ വന്ന കാര്യം എന്ത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു സൂചനയുമില്ല കേട്ടോ. അവർ വന്ന കാര്യത്തെക്കുറിച്ച് അമ്മച്ചിക്ക് സൂചനയില്ലെങ്കിലും തനിക്കൊരു സൂചനയുണ്ട്. മിക്കവാറും ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ആയിരിക്കും അവർ 2 പേരും കൂടി വന്നിട്ടുണ്ടാവുക. കിച്ചു വേഗം തന്നെ അടുക്കളയിലേക്ക് പിൻവാങ്ങി. തയ്യാറാക്കി വച്ചിരുന്ന ജ്യൂസ് 2 വലിയ ഗ്ലാസ്സുകളിലാക്കി ട്രേയിൽ വെച്ച് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും അച്ഛനും മദറും വക്കച്ചൻ ചേട്ടനും ചേടത്തിയും എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ട്രേയുമായി കിച്ചുവിൻ്റെ വരവ് കണ്ടതേ സിസ്റ്റർ പറഞ്ഞു, ചേടത്തിയുടെ മകൻ ആള് മിടുക്കനാണല്ലോ. ഇവിടെ ആളുകൾ വന്നിരിക്കുന്നതല്ലേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ അവർക്ക് കുടിക്കാൻ കൊടുക്കാനുള്ളത് തയ്യാറാക്കി എത്തിച്ചില്ലേ? എന്തായാലും ചേടത്തിയുടെ ഭാഗ്യം തന്നെ. ഭാഗ്യം തന്നെയാണ്. പക്ഷേ ആ ഭാഗ്യവും ഇപ്പോൾ അകലേക്ക് പോവുകയല്ലേ. ഇനി അവനെ കാണണമെങ്കിൽ പോലും കാത്തിരിക്കണം. മക്കൾക്ക് ഭാഗ്യം വരുന്നതും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് വിഷമമായി ഭവിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ സിസ്റ്റർ? ഇപ്പോൾ ഇതാ ഇവന് ജോലി കിട്ടി. കുറേ അകലെയാണ്. അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. ഭാഗ്യമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാ ഇനി എനിക്കുള്ളത്? ആ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തന്നെയാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായതുപോലെ ഉണ്ടല്ലോ. അച്ഛൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങട്ടെ. അതാണല്ലോ അതിൻ്റെ ശരി. തലയിരിക്കുമ്പോൾ എന്തിന് വാലാടണം? പിള്ളേരുടെ ജോലിക്കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടി കൂടി തന്നെയാണ് ഞങ്ങൾ വന്നത്. അവിടെ ഒരുത്തിക്കും നിയമന ഉത്തരവ് വന്നിട്ടുണ്ട്. 2 പേർക്കും ജോയിൻ ചെയ്യേണ്ടത് ഒരേ സ്ഥലത്താണ് എന്നാണ് പറഞ്ഞത്. ഇവർക്കും നമുക്കും ഒട്ടും പരിചയമുള്ള സ്ഥലമല്ലല്ലോ. അതുകൊണ്ട് ലേശം ടെൻഷൻ ഞങ്ങൾക്കുണ്ട്. ഇവിടെ നിന്നും അവിടേക്കുള്ള അവരുടെ യാത്രാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാമല്ലോ എന്നോർത്താണ് ഞങ്ങൾ വന്നത്. കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ ഇനി പറഞ്ഞുകൊള്ളും. ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം സിസ്റ്റർ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നിട്ട് കാര്യങ്ങൾ മുഴുവൻ അച്ഛൻ പറയുമെന്ന് പറയുകയും ചെയ്യും. ഇനി താൻ എന്താണ് പറയാനുള്ളത് എന്ന മട്ടിൽ അച്ഛൻ സിസ്റ്ററെ ഒന്ന് നോക്കി. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ തുടർന്നു പറഞ്ഞു, ഇവിടത്തെ കിച്ചുവിനും കോൺവെൻറ്റിലെ അനുവിനും ഒരേ സ്ഥലത്ത് തന്നെയാണ് ജോലി കിട്ടിയിരിക്കുന്നത് എന്ന് മിക്കവാറും
വക്കച്ചൻ ചേട്ടനും അറിയാമായിരിക്കുമല്ലോ. അവർക്ക് രണ്ടുപേർക്കും ജോയിൻ ചെയ്യേണ്ടത് തിങ്കളാഴ്ചയാണ്. ഒരേ ദിവസം തന്നെ ഒരേ സ്ഥലത്ത് രണ്ടുപേർക്കും ജോയിൻ ചെയ്യേണ്ടതാണല്ലോ. ആ സ്ഥിതിക്ക് അവർക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ നിന്നും ഒരുമിച്ച് പോയാൽ പോരെ? റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടാം. അതായിരിക്കില്ലേ നല്ലത്? ആ കാര്യത്തെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് ചിന്തിക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്തു തരാമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് അത്രയൊന്നും പരിചയമുള്ള സ്ഥലമല്ല ചെന്നൈ. അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ കാര്യങ്ങൾക്കായി ഒരിക്കൽ ചെന്നൈയിൽ പോയിട്ടുണ്ട്. എങ്കിലും അന്ന് അവിടെ തങ്ങളെ സഹായിക്കാൻ ഒരാൾ റെഡിയായിരുന്നതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തന്നെ കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്തത്. കൂടുതലായി സ്ഥലങ്ങൾ ഒന്നും കണ്ടതുമില്ല, പരിചയപ്പെട്ടതുമില്ല. അതുകൊണ്ട് ഒരിക്കൽ പോയതാണെങ്കിലും ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടുപോവുകയേ ഉള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും അവിടം പരിചയമില്ലല്ലോ അച്ഛാ. അപ്പോൾ പിന്നെ അറിയുന്ന ആരുടെയെങ്കിലും ഒരാളുടെ സഹായം അവിടെ വേണ്ടി വരില്ലേ? ഞാൻ ഒരിക്കൽ പോയിട്ടുള്ളതാണെങ്കിലും എനിക്കിനി ഒരാളെയും കൂട്ടിപ്പോകാൻ മാത്രമുള്ള അറിവൊന്നുമില്ല. അവിടെ അറിയാവുന്ന ആരെയെങ്കിലും കിട്ടിയാൽ സംഗതി എളുപ്പമായി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അച്ഛൻ്റെ അറിവിലോ പരിചയത്തിലോ? അപ്പോഴേക്കും സിസ്റ്റർ അവരുടെ പ്ലാൻ ഓഫ് ആക്ഷൻ പറഞ്ഞു. അവരുടെ കോൺഗ്രിഗേഷൻ്റെ ഒരു കോൺവെൻറ്റ് ചെന്നൈയിലുണ്ട്. കുറേ കാലമായി അവിടെ പ്രവർത്തിക്കുന്നതാണ്. അവിടെ മലയാളികളുമുണ്ട്. അവരിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വരെ ഇവരെ കൂട്ടാൻ വരും. അവിടെ നിന്നും രണ്ടുപേരെയും കൂട്ടി ഒരാളെ കോൺവെൻറ്റിലേക്കും ഒരാളെ തൊട്ടടുത്തുള്ള പള്ളിമുറിയിലേക്കും കൊണ്ടുപോകും. അവിടെ നിന്ന് പിന്നെ വേണ്ട സഹായങ്ങളെല്ലാം അവരായിരിക്കും ചെയ്യുക. പ്രത്യേകം നിർദ്ദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണ്ടതെല്ലാം വേണ്ട പോലെ ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാവുന്നവരുമാണല്ലോ. ടിക്കറ്റ് എടുക്കാൻ ആളായി. യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞ് അവിടെ എത്തിയാലുള്ളതാണല്ലോ പ്രശ്നം. അതിന് അവിടെ ചെല്ലുമ്പോൾ റിസീവ് ചെയ്യാനുള്ള ആളെയും കിട്ടി. മാത്രവുമല്ല ആ ആൾ തന്നെ അവിടെ നിന്നും ഇവരെ കൂട്ടിക്കൊണ്ടുപോയി കമ്പനിയിൽ വരെ എത്തിക്കുകയും ചെയ്യും. 1-2 ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശമെല്ലാം ഇവർക്കും പരിചയമാകും. അത്ര ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ. ഇവരുടെ കമ്പനിയിൽ നിന്നും അടുത്ത് തന്നെയാണ് സിസ്റ്റർമാരുടെ കോൺവെൻറ്റ്. അതുകൊണ്ട് അനുവിന് പോവുകയും വരികയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എവിടെയെങ്കിലും താമസ സൗകര്യം ലഭിക്കുവോളം പള്ളിയിലെ അച്ഛൻ്റെ കൂടെ തന്നെ കിച്ചുവിന് വേണമെങ്കിൽ താമസിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ പിന്നെ തീരുമാനമായത് ഇങ്ങനെയാണ്. ഞായറാഴ്ച ഉച്ചയോടുകൂടി നിരത്തും തട്ടിൽ നിന്നും പുറപ്പെടാം. ആദ്യം പോകുന്നതായതുകൊണ്ട് അല്പം നേരത്തെ പോയാലും കുഴപ്പമൊന്നുമില്ല. ആലുവയിൽ പോയി കുറച്ച് സമയം ഇരുന്നാലും ട്രെയിൻ മിസ്സാവുന്നതിലും നല്ലതാണ്. പല ബസ്സുകൾ മാറിക്കയറി ആലുവയിലെത്തുമ്പോഴേക്കും 4:30 ആകും. വൈകുന്നേരം 5:10 ആലുവയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള വണ്ടി. നേരത്തെ എത്തിച്ചേർന്നാൽ എല്ലാ കാര്യങ്ങൾക്കും സാവകാശം കിട്ടും. ആ വണ്ടിയിൽ 2 പേരെയും നമ്മൾ കയറ്റിവിടുന്നു. തിങ്കളാഴ്ച രാവിലെ 5:30 ആ ട്രെയിൻ അവിടെ എത്തും. അവിടെ നിന്നും കോൺവെൻറ്റിലെത്താൻ അരമണിക്കൂറെങ്കിലും വേണ്ടിവരും. രാവിലെ ആയതുകൊണ്ട് ആ സമയം കൊണ്ട് എത്തിച്ചേരാൻ കഴിയും. പള്ളിയിലും ഏതാണ്ട് അതിനടുത്ത സമയത്ത് തന്നെ എത്തും. 5 മിനിറ്റ് മതി കോൺവെൻറ്റിൽ നിന്നും പള്ളിയിലേക്ക് എത്താൻ. 2 മണിക്കൂറിനുള്ളിൽ 2 പേർക്കും ഫ്രഷായി കാപ്പിയും കുടിച്ചു വരാം. അതിനുശേഷം കമ്പനിയിലേക്ക് പോയി ജോയിൻ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ യാത്രയുടെ കാര്യത്തിന് കൃത്യമായ തീരുമാനമെടുത്താണ് അന്ന് അച്ഛനും സിസ്റ്ററും അവിടെ നിന്നും പോയത്. നീ വരുന്ന ഞായറാഴ്ച ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആഴ്ചയും നിനക്ക് തിരിച്ചു വരാൻ കഴിയുമോ കിച്ചു? അവർ പറഞ്ഞതിന് പ്രകാരം ആഴ്ചയിൽ 1 ദിവസമേ ലീവ് ഉണ്ടാവുകയുള്ളൂ. അതായത് ഞായറാഴ്ച മാത്രം. പിന്നെ വരുന്ന ലീവുകൾ മാസത്തിലെ 2-ാം ശനിയാഴ്ചയും 4-ാം ശനിയാഴ്ചയും മാത്രമാണ്. ആ ദിവസങ്ങളിൽ നേരത്തെ ബുക്ക് ചെയ്താൽ ഇവിടെ വന്നു പോകാം. അതായത് വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് അവിടെ നിന്നും കയറുക,
ഞായറാഴ്ച വൈകിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോവുക. അതൊക്കെ നിനക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ? ആകെ 2 ദിവസത്തേക്ക് വേണ്ടി ഇത്രയും അകലെ നിന്നും ഇത്രയും പണം മുടക്കി വരിക എന്നത് വിഷമമല്ലേടാ? എനിക്ക് വേണ്ടി അച്ചായനും അമ്മച്ചിയും എന്തുമാത്രം ബുദ്ധിമുട്ട് സഹിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഈ ബുദ്ധിമുട്ട് സഹിക്കേണ്ടതാണ്. അത് ഞാൻ സഹിക്കുകയും ചെയ്യും. എനിക്കത് ബുദ്ധിമുട്ടാണെങ്കിലല്ലേ കുഴപ്പം? എനിക്കങ്ങനെയല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്നോട് വരണ്ട എന്ന് പറയണം. അങ്ങനെ പറയില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അത് പറഞ്ഞപ്പോഴേക്കും അമ്മച്ചിയുടെ മുഖഭാവം ആകെ മാറി. സങ്കടമാണ് മുഖത്തേക്ക് ഇരച്ചു കയറുന്ന ഭാവം എന്ന് കിച്ചുവിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ അടുത്തേക്ക് പോയി സമാധാനിപ്പിക്കാൻ നിന്നു. എന്നിട്ടും പിണങ്ങി നിൽക്കുന്ന ഒരു കൊച്ചിൻ്റെ ഭാവമാണ് ദീനാമ്മച്ചിക്ക് ഇപ്പോൾ ഉള്ളത്. താൻ പോകുന്നതിൻ്റെ സങ്കടവും കാണും. അതിൻ്റെ കൂടെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് കൂടുതൽ വിഷമവുമായി കാണും. സാരമില്ല, ഇന്ന് തന്നെ അതൊക്കെ സമാധാനമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അമ്മച്ചിയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് കിച്ചുവിനിപ്പോൾ നന്നായി അറിയാം. അവൻ അമ്മച്ചിയെ സമാധാനിപ്പിക്കാനുള്ള വഴികൾ നോക്കിത്തുടങ്ങി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും കഥ വായിക്കുകയും കേൾക്കുകയുമൊക്കെ ചെയ്യട്ടെന്നേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. ഓക്കേ.